മരണവീട്ടിൽ പോയി വന്നാൽ എന്തിന് കുളിക്കണം? ഹരേ കൃഷ്ണ. മരണവീട്ടിൽ പോയി വന്നാൽ കുളിക്കണമെന്ന് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് കുളിക്കുന്നതെന്ന്? മരിച്ച വ്യക്തിയുടെ ആത്മാവ് പിന്നാലെ വരുമോ? കുളിച്ചില്ലെങ്കിൽ പ്രേതബാധ ഉണ്ടാകുമോ? അതോ ഇതിന് പിന്നിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ വ്യക്തമായ ഒരു കാരണം പറയുന്നുണ്ടോ? ഇന്ന് ഈ വിഷയത്തിലെ അന്ധവിശ്വാസങ്ങളും കേട്ടുകേൾവികളുമൊക്കെ മാറ്റിവെച്ചിട്ട് ഭഗവത്ഗീതയും ധർമ്മശാസ്ത്രങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം ആദ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ മരിക്കുന്നത് ആത്മാവല്ല, മറിച്ച് ഈ ഭൗതിക ശരീരമാണ്. ഭഗവത്ഗീത 2-ാം അധ്യായം 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ന ജായതേ മ്രിയതേ വാ കഥാചിന്നായം ഭൂത്വാ ഭവിതാവാന്ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അപ്പം ആത്മാവിന് എന്തില്ല? ഒരിക്കലും ജനനമോ മരണമോ ഇല്ല. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരത്തിൽ ബോധവും ജീവൻ്റെ ലക്ഷണവും പ്രകടമാകുന്നത്. അല്ലെ, അജോ നിത്യോ ശാശ്വതോയം പുരാണോ. അല്ലെ, അജനും നിത്യനുമാണ് ആത്മാവ്. അപ്പം ആത്മാവ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ശരീരമാണെന്ത്? ജഡമാകുന്നത്. അതുകൊണ്ട് മരിച്ച വ്യക്തിയുടെ ആത്മാവ് അശുദ്ധമാണെന്നോ അല്ലെങ്കിൽ ആ ആത്മാവിനെ വെള്ളമൊഴിച്ചിട്ട് ശരീരത്തിൽ നിന്ന് കഴുകിക്കളയാമെന്നോ കരുതുന്നത് എന്താണ്? തെറ്റാണ്. മരിച്ച വ്യക്തിയുടെ ആത്മാവ് നമ്മുടെ പിന്നാലെ വരുമോ? പിന്നെ ഒരു സംശയമാണ് അല്ലേ. അതിനും ഉത്തരമെന്ത്? ഭഗവത്ഗീത 15-ാം അധ്യായം 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ജീവാത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനെ അവിടെ എന്താണ് പറയുന്നത്? വായു സുഗന്ധം വഹിച്ചുകൊണ്ട് പോകുന്നതിനോട് ഉപമിച്ചിരിക്കുന്നു. അതായത് ആത്മാവിൻ്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര എന്ന് പറയുന്നത് അയാളുടെ കർമ്മം, ആഗ്രഹങ്ങൾ, പിന്നെയോ മരണസമയത്തെ ബോധം, അല്ലെ, മരണസമയത്തെ ബോധം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം മരണവീട്ടിൽ വന്ന ഓരോ വ്യക്തിയുടെ പിന്നാലെ ഓരോ വ്യക്തിയുടെയും പിന്നാലെ മരിച്ച വ്യക്തിയുടെ ആത്മാവ് പോകുന്നു എന്നൊരു പൊതു നിയമം എങ്ങും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് മരണവീട്ടിൽ പോയതിൻ്റെ പേരിൽ ആത്മാവിനെയോ പ്രേതത്തെയോ അനാവശ്യമായിട്ട് ഭയപ്പെടേണ്ടതില്ല. അപ്പം കുളിച്ചില്ലെങ്കിൽ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന വാദത്തിനും ശാസ്ത്ര പ്രമാണങ്ങളില്ല. പിന്നെ എന്തിനാണ് നമ്മൾ കുളിക്കേണ്ടത്? അപ്പം ഇവിടെയാണ് മനുസ്മൃതി നേരിട്ട് ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. മനുസ്മൃതിയിൽ 5.85 പറയുന്നുണ്ട് എന്താണ്? ദീവാകീർത്തി മുദഖ്യാം ച പതിതം സൂതികാം തഥാ ശവം തസ്പൃഷ്ടിനം ചൈവ സ്പൃഷ്ട്വാ സ്നാനേന ശുദ്ധ്യതി. സ്നാനേന ശുദ്ധ്യതി. ഇപ്പം നമ്മൾ ഈ പറയുന്ന വിഷയവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് മനുസ്മൃതിയിൽ പറയുന്നത്. എന്താണ് ലാസ്റ്റ് 2 വരികൾ? ശവം തസ്പൃഷ്ടിനം ശൈവ സ്പൃഷ്ട്വാ സ്നാനേന ശുദ്ധ്യതി. അല്ലേ, മൃതശരീരം സ്പർശിച്ച വ്യക്തിയെയോ മൃതശരീരം സ്പർശിച്ച വ്യക്തിയെയോ സ്പർശിച്ചാൽ സ്നാനം കൊണ്ട് ശുദ്ധി നേടണം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന വാക്ക് എന്താണ്? സ്നാനേന ശുദ്ധ്യതി. അതായത് സ്നാനം കൊണ്ട് ശുദ്ധി നേടുന്നു. മൃതശരീരം ആത്മാവിനെ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് അയക്കുന്നുവെന്നോ പിന്നെയോ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നുവെന്നോ മനുസ്മൃതി ഇവിടെ പറയുന്നില്ല. അപ്പം ഇതിനെ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്? സ്നാനേന ശുദ്ധ്യതി. ഇത് വ്യക്തമായി ശുദ്ധിയും
ശുചിത്വവും പാലിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത മനുസ്മൃതിയിൽ തന്നെ വേറെ ഒരു ശ്ലോകത്തിൽ 5.103 വേറൊരു കാര്യവും പറയുന്നതാണ്, മൃതശരീരത്തെ അനുഗമിച്ച് സംസ്കാര സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ മൃതശരീരം സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയാലും സ്നാനം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നത്? അനുഗമ്യേച്ഛയാ പ്രേതം ജ്ഞാതിമജ്ഞാതിമേവച സ്നാത്വാ സചൈലസ്പൃഷ്ടാഗ്നിം കൃതം പ്രാശ്യാവിശുദ്ധ്യതി. അല്ലേ? ബന്ധുവിൻ്റെയോ ബന്ധുവല്ലാത്ത ഒരാളുടെയോ മൃതശരീരത്തെ അനുഗമിച്ച വ്യക്തി ധരിച്ച വസ്ത്രത്തോടുകൂടി സ്നാനം ചെയ്ത് എന്ത് വേണം? ശുദ്ധി നേടണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന വാക്കാണ് എന്ത്? സ്നാത്വ സചൈല. അല്ലേ? അതെന്ത്? ധരിച്ച വസ്ത്രത്തോടുകൂടി സ്നാനം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പം അന്നത്തെ പൂർണ്ണ ശുദ്ധിക്രമത്തിൽ എന്ത്? അഗ്നിസ്പർശം, കൃതം സ്വീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളും എന്താണ് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന സന്ദേശം ഇവിടെ എന്ത്? വളരെ വ്യക്തമാണ്. എന്താണ്? മൃതശരീരം സ്പർശിച്ചാലും ആ മൃതശരീരത്തെ അനുഗമിച്ച് അത് സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയാലും, സംസ്കാര സ്ഥലത്തേക്ക് പോയാലും എന്താണ്? ശവസംസ്കാരത്തിൽ പങ്കെടുത്താലും എന്ത്? സ്നാനം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? ശുദ്ധിയും ശുചിത്വവും എന്നത് എന്താണ്, എന്തിനു വേണ്ടി എന്നുള്ളത്. അപ്പം ഇവിടെ ശുദ്ധിയും ശുചിത്വവും എന്ന് പറയുന്നത് എന്ത്? ജീവാണുക്കളെ നീക്കം ചെയ്യുക എന്നത് മാത്രമല്ല. അപ്പോൾ വൈദിക സംസ്കാരത്തിൽ ശുദ്ധിയും ശുചിത്വവും പാലിക്കുന്നതിൽ പ്രധാനമായും 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അല്ലേ? ശുചിത്വവും ശുദ്ധിയും എന്ന് പറയുന്ന 4 കാര്യങ്ങളിലാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്തൊക്കെയാണ്? ഇതിലൊക്കെയാണ് ശുദ്ധി വേണ്ടത്: ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആചാരപരമായ ശുദ്ധി, പിന്നെയോ ഭഗവത് ആരാധനയ്ക്കുള്ള തയ്യാറെടുപ്പിന്. അപ്പം മൃതശരീരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും സംസ്കാരത്തിലും പങ്കെടുക്കുമ്പോൾ ശരീരത്തിലും വസ്ത്രത്തിലും പൊടി, വിയർപ്പ്, പുക, ചാരം, ശരീരദ്രവങ്ങൾ തുടങ്ങിയവ പതിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? വീട്ടിലെത്തിയ ശേഷം കുളിക്കുകയും ധരിച്ച വസ്ത്രം മാറ്റുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ശരീരശുദ്ധിയും വസ്ത്രശുദ്ധിയുമാണ്. അതോടൊപ്പം മരണസംസ്കാരവുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്കും പിന്നെയോ പാചകത്തിലേക്കും പൂജയിലേക്കും അർച്ചനയിലേക്കും മടങ്ങുന്നതിന് മുമ്പുള്ള ആചാരശുദ്ധിയുമാണ് എന്ത്? മരണവീട്ടിൽ പോയി വന്നതിന് ശേഷമുള്ള കുളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ശുചിത്വം പാലിക്കുന്നത്, ശുദ്ധിയും ശുചിത്വവും പാലിക്കുന്നത്. അപ്പം മരണവീട്ടിൽ പോയി എല്ലാവരും നിർബന്ധമായും കുളിക്കണോ എന്നൊരു ചോദ്യം വന്നാൽ ഇപ്പം ഇവിടമായി പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ മനുസ്മൃതിയിൽ നേരിട്ട് സ്നാനം നിർദ്ദേശിക്കുന്നത് എന്തിനൊക്കെയാണ്? മൃതശരീരം സ്പർശിച്ചവർക്ക്, മൃതശരീരം സ്പർശിച്ച വ്യക്തിയുമായി സമ്പർക്കമുണ്ടായവർക്ക്, മൃതശരീരത്തെ അനുഗമിച്ച് സംസ്കാര സ്ഥലത്തേക്ക് പോയവർക്ക്. അപ്പം മൃതശരീരം സ്പർശിക്കാതെയും മൃതശരീരത്തെ അനുഗമിച്ച് ആ സംസ്കാര സ്ഥലത്തേക്ക് പോകാതെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതെയും അനുശോചനം അറിയിച്ച് മാത്രം മടങ്ങിയ എല്ലാവരെയും ഈ ശ്ലോകത്തിൽ നേരിട്ട് പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും ഇതും അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അല്ലേ? അപ്പം എങ്കിലും മരണവീട്ടിൽ പോയി വന്നാൽ കുളിക്കുക എന്നത് പല കുടുംബങ്ങളിലും നിലനിന്നിരുന്ന നല്ലൊരു സദാചാരമാണ്. അപ്പം ശരീരശുദ്ധിക്കും വസ്ത്രശുദ്ധിക്കും ആരാധനയ്ക്ക് മുമ്പ് ആവശ്യമായ ശുദ്ധിയും ശുചിത്വവും നിർവഹിക്കുന്നതിനുമായി അത് ചെയ്യുന്നതിൽ തെറ്റില്ല, കുളിക്കുന്നതിൽ. പക്ഷേ അതിൻ്റെ പേരിൽ ആരെയും പ്രേതം വരുന്നു അല്ലെങ്കിൽ പ്രേതം പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തരുത്. അപ്പം വീണ്ടും ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സംഗതിയാണ് മൃതശരീരം ഇലക്ട്രോണുകളെ വലിച്ചെടുക്കുമോ? അപ്പം മൃതശരീരം സമീപത്തുള്ള ആളുകളിൽ നിന്ന് ഇലക്ട്രോണുകളെ വലിച്ചെടുത്ത് വീണ്ടും ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വാദവും
ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് വൈദിക ശാസ്ത്രത്തിലോ അംഗീകൃത മെഡിക്കൽ സയൻസിലോ യാതൊരുവിധ തെളിവുകളുമില്ല. മരണശേഷം ശരീരത്തിൻ്റെ ഏകീകൃത ജീവപ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു. തുടർന്ന് കോശങ്ങൾ ക്രമേണ നശിക്കുകയും ശരീരം വിഘടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പം മരണം സംഭവിച്ച അതേ നിമിഷത്തിലെ എല്ലാ കോശങ്ങളും ഒരുമിച്ച് നശിക്കണമെന്നില്ല. ചില കോശപ്രവർത്തനങ്ങൾ കുറച്ചു സമയം തുടരാം. എന്നാൽ അതിനെ മൃതശരീരം ഇലക്ട്രോണുകളെ സ്വീകരിച്ച് വീണ്ടും ജീവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അതിനാൽ കുളിക്കുന്നത് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളെ തിരികെ ലഭിക്കാനല്ല. പിന്നെ ആചാരങ്ങളെ വേണം? ആചാരങ്ങളെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിലില്ലാത്ത കാര്യങ്ങളുമായി ആധുനിക ശാസ്ത്രീയ പദങ്ങൾ കൂട്ടിച്ചേർക്കരുത്. അതേപോലെയാണ് ജീവാണുക്കളുടെ കാര്യം. അപ്പം ജീവാണുക്കളുടെ കാര്യമോ എന്താണത്? എല്ലാ മൃതശരീരങ്ങളും അപകടകരമായിട്ടുള്ള രോഗാണുക്കൾ പരത്തുന്നു എന്ന ധാരണയും ശരിയല്ല. സാധാരണ അനുശോചനം അറിയിക്കാൻ മാത്രം മരണവീട്ടിൽ പോയതുകൊണ്ട് വലിയ രോഗഭീഷണി ഉണ്ടെന്ന് ഭയപ്പെടേണ്ടതില്ല. എന്നാൽ മൃതശരീരം നേരിട്ട് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, രക്തമോ മറ്റ് ശരീരദ്രവങ്ങളോ ശരീരത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ, പകർച്ചവ്യാധിയാണ് മരണകാരണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മുൻകരുതലുകൾ ആവശ്യമാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ വേണം? കൈകൾ സോപ്പിട്ട് കഴുകുക, കുളിക്കുക, വസ്ത്രം മാറ്റി കഴുകുക, വസ്ത്രം കഴുകുക, പുതിയവ എടുത്തിടുക. അപ്പം അങ്ങനെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. ഇത് എന്ന് പറയുന്നത് ഇത് ആരോഗ്യപരമായിട്ടുള്ള മുൻകരുതലുകളാണ്. പിന്നെ കുളിച്ചില്ലെങ്കിൽ പ്രേതം പിടിക്കുമോ? കുളിച്ചില്ലെങ്കിൽ ആത്മാവ് ആക്രമിക്കുമെന്നോ പ്രേതം ശരീരത്തിൽ പ്രവേശിക്കുമെന്നോ മനുസ്മൃതിയിലെ ഈ ശ്ലോകങ്ങളിലൊന്നും തന്നെ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ മൃതശരീരം സ്പർശിച്ചോ മൃതശരീരത്തെ അനുഗമിച്ച് സംസ്കാര സ്ഥലത്തേക്ക് പോയോ ശവസംസ്കാരത്തിൽ പങ്കെടുത്തോ വന്ന ശേഷം സ്നാനം ചെയ്യാതെ പൂജ, പാചകം, അർച്ചന തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നത് ആവശ്യമായ ശുദ്ധിയും ശുചിത്വവും പാലിക്കുന്ന രീതിക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രേതം പിടിക്കുമെന്നല്ല, മറിച്ച് ആവശ്യമായ ശുദ്ധിയും ശുചിത്വവും പാലിച്ചിട്ടില്ല എന്നതാണ്. അപ്പം മരിച്ച വ്യക്തിക്ക് നമ്മൾ ചെയ്യേണ്ടത്? അപ്പം മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ നമ്മൾ ഭയപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ആത്മീയ ക്ഷേമത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതേപോലെ ഭഗവത്ഗീത വായിക്കാം, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാം, പിന്നെയോ കൃഷ്ണപ്രസാദം വിതരണം ചെയ്യാം. കാരണം മരണവീണ് നമ്മെ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ മരണവീട്ടിൽ നിന്നും പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് പ്രേതഭയമല്ല, മറിച്ച് ഈ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, പിന്നെയോ ആത്മാവ് നിത്യനാണ് എന്ന തിരിച്ചറിവാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തിമ നിഗമനം എന്ന് പറയുന്നത് ഇന്നത്തെ വിഷയത്തിൽ മൃതശരീരം സ്പർശിച്ച ശേഷമോ മൃതശരീരത്തെ അനുഗമിച്ച് സംസ്കാര സ്ഥലത്തേക്ക് പോയ ശേഷമോ സ്നാനം ചെയ്യുന്നതിന് വ്യക്തമായിട്ടുള്ള ശാസ്ത്രധാരണയുണ്ട്. മനുസ്മൃതിയിൽ 5.85 പറയുന്നത്? മൃതശരീര സ്പർശനത്തിന് ശേഷം സ്നാനം നിർദ്ദേശിക്കുന്നു. പിന്നെ 5.103 പറയുന്നത്? ബന്ധുവായാലും ബന്ധുവല്ലാത്തവനായാലും മൃതശരീരത്തെ അനുഗമിച്ചാൽ സ്നാനം നിർദ്ദേശിക്കുന്നു. അപ്പം അതുകൊണ്ട് കുളിക്കുന്നത് ആത്മാവ് കൂടെ വരാതിരിക്കാനല്ല, പ്രേതത്തെ കഴുകിക്കളയാനല്ല, നെഗറ്റീവ് എനർജി മാറ്റാനല്ല, ഇലക്ട്രോണുകൾ വീണ്ടെടുക്കാനും അല്ല, മറിച്ച് കുളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ശുദ്ധിക്കും ശുചിത്വത്തിനും വേണ്ടി, ശരീരശുദ്ധിക്ക് വേണ്ടി, വസ്ത്രശുദ്ധിക്ക് വേണ്ടി, ആചാരശുദ്ധിക്ക് വേണ്ടി, പിന്നെയോ ഭഗവത് ആരാധനയ്ക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഇതെല്ലാം കുളിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം ആചാരം വേണം? ആചാരം പാലിക്കാം. പക്ഷേ ആചാരത്തെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിലില്ലാത്ത കെട്ടുകഥകളും സയൻസ് എന്ന പേരിലുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങളും ചേർക്കരുത്. അപ്പം ശാസ്ത്രത്തെ വേണം? ശാസ്ത്രമായും മെഡിക്കൽ സയൻസിനെ മെഡിക്കൽ സയൻസായും അവതരിപ്പിക്കണം. അപ്പം ഇന്നത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.